ഹായ് ഹലോ, രൂപേഷാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു അടിപൊളി തൂക്കുപാലത്തിലാണ്. നിങ്ങൾ ഈ കാണുന്ന തൂക്കുപാലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു അടിപൊളി അടാറ് തൂക്കുപാലമാണ്. തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലപ്പഴക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു യാത്രയിൽ കണ്ടതാണ് ഈ ഒരു തൂക്കുപാലവും ഈ തൂക്കുപാലത്തിൻ്റെ താഴെ കൂടി ഒഴുകുന്ന ഈ ഒരു വലിയ പുഴയും. ഈ പുഴ ഏതാണെന്നും എനിക്കറിയില്ല. അപ്പോൾ അതും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല കാഴ്ചയാണ്. നല്ല മഴ പെയ്യുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞാനിവിടെ എത്തുന്നത്. പക്ഷേ ഞാൻ എത്തിയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെയിലുള്ള ദിവസം വന്നതുകൊണ്ട് തന്നെ അതിമനോഹരമായ കാഴ്ചകൾ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ മഴയത്ത് വന്നാൽ ആ ഒരു വൈബ് വേറെ ആയിരിക്കും, മഴയുടെ ഒരു വൈബ്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഒരു ആകർഷണം തോന്നിയത്, അല്ലെങ്കിൽ ഒന്നുകൂടി ഈ ഒരു തെളിഞ്ഞു നിൽക്കുന്ന മാനം, ആകാശം, നീലാകാശം അല്ലേ, പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ, അതിന് താഴെ പച്ച വിരിച്ച മലനിരകളും തെങ്ങും കവുങ്ങും ഒക്കെയുള്ള ആ ഒരു പച്ചപ്പും, അതിന് താഴെ പച്ച കളറിൽ ഒഴുകുന്ന പുഴ, അതിന് കുറുകെ ഈ ഒരു രീതിയിൽ ഈ ഒരു ചെമ്മൺ കളറിൽ ഉള്ള ഈ ഒരു തൂക്കുപാലം, ഇരുമ്പിൻ്റെ ഉരുക്കുപാലം. അപ്പോൾ ഈ ഒരു കാഴ്ചയ്ക്ക് എനിക്ക് വല്ലാത്തൊരു ഫീലാണ് തന്നത്. അപ്പോൾ ഞാനിവിടെ എത്തുന്ന സമയത്ത് ഒരാൾ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. താഴെ കുളിക്കടവിൽ വേറെ ലേഡീസൊക്കെ കുളിക്കുന്നതുകൊണ്ട് അവർ പോയിട്ട് കുളിക്കാനായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് വലിയ 2 തൂണുകൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു കോൺക്രീറ്റ് സംഭവത്തിൽ നിന്ന് വലിച്ചു കെട്ടിയിട്ടൊക്കെയുള്ള ഉരുക്ക് വടങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു തൂക്കുപാലമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെ അല്ലെങ്കിലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ ആ ഒരു പുഴയുടെ ഭംഗിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എത്ര വലിയ, എത്ര ആഴമുള്ള പുഴയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മൾ പുഴയിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോസൊക്കെ കാണാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത്. കമൻറ്റ് എന്തായാലും ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ ഒന്ന് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഉഷാറാക്കി തരണം. നിങ്ങളുടെ കമൻറ്റ് നമുക്ക് പ്രചോദനം ആകുന്നതായിരിക്കും. ഇനി നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന എന്തെങ്കിലും പോരായ്മകളാണെങ്കിലും ഒക്കെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഉരുക്ക് വടങ്ങളിലാണ് ഈ ഒരു പാലം നിൽക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പാലത്തിൽ നിന്ന് നേരെ നമ്മളെ റോട്ടിലേക്ക് കയറാനുള്ളൊരു വഴിയാണ്. ഇതൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.